സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പദവി, ഇൻഫോ പാർക്കിൽ ജോലി, 6000 രൂപ ശമ്പളം. 1.5 വർഷം കൊണ്ട് 150ഓളം ഫ്രാഞ്ചൈസികളാണ് ഐസ്പോർട്ടിന് ഉള്ളത് അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ ഇത്രയധികം ഫ്രാഞ്ചൈസികൾ ഈ ഒരു 1.5 വർഷം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചു? മുഖ്യധാര പത്രങ്ങളിൽ എല്ലാത്തിലും എന്നെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ സ്റ്റാറായി എന്റെ അങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഐസ്പോർട്ട് അല്ലേ? കാരണം ഏതൊരു സാധാരണക്കാരനും അവരുടെ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിലോ ഒരു മാക്സിമം ഒരു 4 ലക്ഷം 5 ലക്ഷത്തിനുള്ളിൽ ഒരു ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് അവാർഡാണെന്ന് കിട്ടി. അവാർഡ് ദിവസം ഞാൻ പോയി നേരെ സാഹിത്യ അക്കാദമി ഹാളിൽ ചെന്നപ്പോൾ വലിയൊരു സ്റ്റേജിൽ ആ സ്റ്റേജ് ഉണ്ട്. അത് അത്യാവശ്യം തൃശ്ശൂരിൻ്റെ മേയറും അത്യാവശ്യം വേണ്ടപ്പെട്ട ആളുകളും മിനിസ്റ്റർമാർ ആരോ ഒരാളുണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. എല്ലാവരും കൂടിയുള്ള ഒരു പബ്ലിക് ഫംഗ്ഷൻ. ഒരു 10,000-3,000-ലധികം ടീച്ചേഴ്സ് അവിടെ ഉണ്ട്. കേരളത്തിലെ പല സ്കൂളിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ് അവാർഡിൻ്റെ ഒരു ഫംഗ്ഷനാണ്. നല്ല കുറച്ച് ടീച്ചേഴ്സിനുള്ള അവാർഡും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ പുറത്ത് എനിക്ക് വേറെ പരിപാടിയായിട്ട് ഞാൻ കുട്ടികളോട് കൂടെ അന്ന് SSITC-മാരുണ്ട്, സ്കൂൾ സ്റ്റുഡൻസ് കോർഡിനേറ്റേഴ്സാണ്. അവരുടെ കൂടെ നിന്ന് വർത്താനം പറയുമ്പോൾ ഒരു മഴ പെയ്തു. മഴ പെയ്തപ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഒരു സാറ് പെട്ടെന്ന് വന്നിട്ട് ഇന്നെ പിടിച്ചോണ്ടിരിക്കും. ഞാൻ മഴ നനയുണ്ട്, ഇന്നെ തോർത്തി തന്നിട്ട് നേരെ സ്റ്റേജിന്റെ മേലെ ഒരു സീറ്റിൽ കൊണ്ടിരുത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു സീറ്റിലൊക്കെ ഇരുത്തിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഇവിടെ മെയിൻ ഗസ്റ്റുകളുടെ സീറ്റിന്റെ അടുത്തായിരിക്കുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ആയിരിക്കും എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ നോക്കുമ്പോൾ മറ്റേ ഇതില് ഈ പ്രൊജക്ടറിലുണ്ട് എൻ്റെ ഫോട്ടോ, സ്റ്റുഡന്റ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ കാണും. അപ്പൊ മനസ്സിലായി. നോക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഇത്രയും ടീച്ചേഴ്സിന്റെ ഇടയിൽ പറത്തിട്ടിട്ട് ഒരു പൊട്ട് പോലെ എൻ്റെ ഉമ്മ അവിടെ ഇരിക്കുന്നത് കാണാണ്ട്. അപ്പൊ ഉമ്മയുടെ ചിരിച്ചൊക്കെ കാണിച്ച് ഞാൻ സ്റ്റേജും ഇരിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ പേര് വിളിച്ചു. അവരെനിക്ക് ആ അവാർഡ് തന്നിട്ട് എന്നോട് എൻ്റെ അനുഭവങ്ങൾ പറയാൻ പറഞ്ഞു. സ്റ്റേറ്റ് അവാർഡാണെന്ന് കിട്ടിയത്? ഒരു സംസ്ഥാന തല അവാർഡാണ് എനിക്ക് കിട്ടിയത്. കാരണം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ITI സ്കൂളിന്റെ നല്ലൊരു അവാർഡാണ് എനിക്ക് കിട്ടിയത്. ആ അവാർഡ് കിട്ടിയിട്ട് ഞാൻ കയറി സ്റ്റേജിൽ കയറിയിട്ട് പറയല്ലേ, നമ്മള് നിഷ്കളങ്കമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഈ കംപ്ലീറ്റ് കഥകൾ അവിടെ നിന്നിട്ടാ പറഞ്ഞു. അതുവരെ ഉണ്ടായ ഫുള്ള് കാര്യം മുഴുവൻ ഒന്നും നോക്കാതെ ഞാൻ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോയതാണ്. വീട്ടിലെ ബുദ്ധിമുട്ടുകളും ഓർഫണേജിലെ കാര്യങ്ങളും ഇതുവരെയുള്ള കംപ്ലീറ്റ് കഥകളും അവിടെ പറഞ്ഞു. കഥകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വേദിയിലിരിക്കുന്ന മെയിൻ ഗസ്റ്റുകൾ മുതൽ എല്ലാവരും കരയുന്നുണ്ട്. എൻ്റെ ഉമ്മ ഉൾപ്പെടെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ആ സ്റ്റേജ് വിട്ട് ഇറങ്ങിയോട് കൂടിയിട്ട് അവിടെ ഒരുവിധം എല്ലാ മാധ്യമ ആളുകളും വന്നിരുന്നു. അവരെല്ലാവരും കൂടിയിട്ട് എന്നെ ഇന്റർവ്യൂ എടുക്കലും എൻ്റെ ഈ അനുഭവങ്ങളെ കുറിച്ച് പറയലൊക്കെ ആയിട്ട് പിറ്റത്തെ ദിവസം നേരം നോക്കുമ്പോൾ ഈ മിഡ് നൈറ്റ് സ്റ്റാർ എന്ന് കേട്ടിട്ടുണ്ട്. ആ അനുഭവം ഞാൻ ശരിക്കും അനുഭവിച്ചു. പിറ്റത്തെ ദിവസം രാവിലെ നോക്കുമ്പോൾ ഞാൻ വലിയൊരു സ്റ്റാറാണ്. മുഖ്യധാര പത്രങ്ങളിൽ എല്ലാത്തിലും എന്നെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഒരുവിധം എല്ലാ പത്രങ്ങളിലും. ഞാൻ പിറ്റത്തെ ദിവസം നേരം വിളിക്കുമ്പോൾ സ്റ്റാറായി. എൻ്റെ ഉമ്മ പറഞ്ഞ അതേ വാക്ക് അവിടെ പാലിക്കുകയാണ്. ആ ആഴ്ചയിലും ആ മാസങ്ങളിലും ആ വർഷത്തിലും മുഴുവൻ ഒരുവിധം ഉദ്ഘാടനങ്ങൾക്ക് ഞാൻ അതിഥിയായിരുന്നു. കാരണം പഠനത്തിന് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവാർഡ് കിട്ടി, സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്നുള്ള രൂപത്തിൽ ലൈബ്രറി ഉദ്ഘാടനങ്ങൾക്ക് ഞാൻ പോയിരുന്നു. പല സ്കൂളുകളുടെ മറ്റേ IT ക്ലബ്ബുകൾ ഇനാഗ്രേഷന് ഞാൻ പോയിരുന്നു. അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു ലൈഫാണ് ആ പോകുന്നത്. 10ാം ക്ലാസ് പഠിക്കാൻ കേട്ടോ. സ്കൂളിലൊന്നും കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ല, ആ സമയത്ത് കയറാൻ കഴിഞ്ഞില്ല. എന്നാലും കൂടി പരീക്ഷയ്ക്ക് ഉഷാറൊക്കെ എഴുതി ഞാൻ പാസ്സായി. നാട്ടിൽ ശരിക്കും സെലിബ്രേറ്റ് ആയി. കാരണം ആ കാലഘട്ടത്തില് പത്രത്തില് പേര് വരിക എന്ന് പറയുന്നത് ഭയങ്കര അച്ചീവ്മെന്റാണ്. 2010 കാലഘട്ടമാണെന്ന് ആ സമയം. അങ്ങനെ ഞാൻ വലിയൊരു സ്റ്റാർ. നാട്ടിലെല്ലാവർക്കും ശല്യം കുട്ടി അവര് തന്നെ എനിക്ക് ഞങ്ങളുടെ നാട്ടിലെ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എനിക്കൊരു അവാർഡൊക്കെ എനിക്ക് തന്നു, ഒരു ഇതൊക്കെ തന്നിരുന്നു. അവിടെ ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ കാലത്തോളം എന്റെ ഫോട്ടോ വെച്ചിട്ട് അവരവിടെ ഫ്ലെക്സ് അടിച്ചു വെച്ചു. ഇന്നും എനിക്ക് സപ്പോർട്ട് എൻ്റെ ആ നാട്ടുകാരാണ്. അവരെല്ലാവരും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ചെറുമനേങ്ങാടുള്ള എൻ്റെ നാട്ടുകാരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. അവരുടെ സപ്പോർട്ടും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സപ്പോർട്ടാണ്. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് അടുത്ത ട്വിസ്റ്റ് ആയി. ഒന്നുമില്ല, നമ്മൾ ആ സമയത്ത് 80,000 എന്നുള്ളത് നമ്മൾ അപ്പോഴും ഈ കമ്പ്യൂട്ടർ ഷോപ്പുകളെല്ലാം റൺ ചെയ്യുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ഈ മിഡ് നൈറ്റ് സ്റ്റാർ കഴിഞ്ഞ സമയത്ത് രണ്ടാമത്തെ ഷോപ്പ് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് ഓപ്പൺ ചെയ്തു. കാരണം അത്രയ്ക്കധികം വർക്കുകളായിരുന്നു എനിക്ക്. ഈ പേപ്പറിലും കൂടി വന്നോട് കൂടിയിട്ട് നമ്മൾ ഒരുവിധം എല്ലാവരും പേപ്പർ വായിക്കുന്ന ആളുകളാണ് ആ സമയത്ത്. അപ്പോൾ കോമൺലി നമ്പറൊക്കെ കൊടുത്തിരുന്നു പേപ്പറിൽ, എന്നെ കോൺടാക്ട് ചെയ്യാറ്. അതിൽ വിളിക്കും, ഞാൻ പോവും. പിന്നെ പതുക്കെ ആയിട്ട് ഷോപ്പുകളിൽ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3ാമത്തെ ഷോപ്പായി. അടുത്ത സ്ഥലത്തൊരു ഷോപ്പ് ഇട്ട്. അപ്പൊ 3 ഷോപ്പിന്റെ മൂത്തക്കായ ഗൾഫിൽ നിന്ന് വന്നു ബ്രദർ. 3 ആളും കൂടിയിട്ട് തന്നെ
ഷോപ്പുകൾ വെള്ളറക്കാട് മെയിൻ ഒരു സ്ഥലത്തും നമ്മൾ ഷോപ്പ് ഇട്ടിരുന്നു. അടുത്ത +1 +2 കാലഘട്ടമായി. +1 +2 കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഷോപ്പുകളൊക്കെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കോൺകോഡ് സ്കൂൾ തന്നെ ഒരു വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഞങ്ങളുടെ നാട്ടിൽ. അവരെന്നെ ഫ്രീ ആയിട്ട് സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കാനൊക്കെ അവർ കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നു. കാര്യങ്ങളൊക്കെ പഠിക്കണതിൻ്റെ ഒപ്പം ഞാൻ ഈ ഷോപ്പുകൾ വൈകിട്ട് റൺ ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. അതിനിടയിൽ പെരുമ്പിലാവിൽ നിന്ന് എൻ്റെ ഒരു വലിയൊരു ആ സമയത്ത് എനിക്ക് കിട്ടിയ അച്ചീവ്മെന്റ് എന്നെ കൈരളി ടിവിയിൽ ഒരു പ്രോഗ്രാം വന്നിരുന്നു. ആ സമയത്ത് കൈരളി ടിവിയിൽ വേറിട്ട കാഴ്ചകൾ എന്നൊരു പ്രോഗ്രാം ശ്രീരാമ സാറിന്റെ അതിലൊരു എപ്പിസോഡ് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി വന്നോട് കൂടിയിട്ട് കൂടുതൽ നമുക്ക് ആളുകളുടെ ഇടയിൽ ഒരു സ്വീകാര്യത നമുക്ക് കിട്ടി. എനിക്കൊരു ഒരു സ്കൂട്ടിയൊക്കെ അന്ന് എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സ്കൂട്ടിയൊക്കെ ഒരു എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു നസീർക്ക് ഉണ്ട്, ലണ്ടൻ നസീർ തോറും പെരുമ്പിലാവും. ആള് എനിക്ക് ആദ്യത്തെ വാഹനമാണ് സ്കൂട്ടി. എനിക്ക് വണ്ടിയൊക്കെ സമ്മാനിച്ചു. കിട്ടിയ അച്ചീവ്മെന്റുകൾ പറഞ്ഞുതരാ. HCL കമ്പനിയുടെ കുറച്ച് പ്രതിനിധികൾ തൃശ്ശൂരിൽ നിന്ന് അവരെനിക്കൊരു ലാപ്ടോപ്പ് ഒരു കമ്പ്യൂട്ടറൊക്കെ എനിക്ക് സമ്മാനിച്ചു. അവർ കൂടുതൽ സ്പോൺസർ ചെയ്യാൻ പഠിപ്പൊക്കെ സ്പോൺസർ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് നമ്മളതൊക്കെ എല്ലാവരും കൂടി പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ മാറ്റി. പക്ഷെ ഇന്നും ഞാൻ അവരൊക്കെ ഓർക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഏകദേശം അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് കമ്പ്യൂട്ടറിന്റെ കാലഘട്ടം പതുക്കെ മാറി ലാപ്ടോപ്പിലേക്ക് എത്തി. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ നിന്ന് മാറിയിട്ട് ലാപ്ടോപ്പിലേക്കായി. അപ്പൊ ഞാൻ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. +1 +2 സമയത്ത് ഞാൻ എന്ത് ചെയ്ത് +2 പാസ്സായി. +2 പാസ്സായപ്പോൾ അടുത്തത് എന്തെന്നുള്ള ചിന്തയിൽ നിന്നു. അപ്പോഴാണ് എല്ലാവരും പറയുന്നത് എന്തായാലും കമ്പ്യൂട്ടർ വിദഗ്ധനാണല്ലോ, ഹാർഡ്വെയർ മാറി ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകണം. അപ്പോൾ നേരെ അടുത്ത സ്റ്റേജ് നമ്മൾ എഞ്ചിനീയറിംഗ് ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇവിടുന്ന് ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്യുക, നേരെ കോയമ്പത്തൂർക്ക് പോവാം. ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തു. കാരണം ഞാൻ കോയമ്പത്തൂർ പോകണം. അപ്പോഴേക്കും ലാപ്ടോപ്പൊക്കെ ഉണ്ട്, മൊബൈൽ എത്തി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ അതിലേക്ക് നോക്കിയിട്ടില്ല. ലാപ്ടോപ്പും കമ്പ്യൂട്ടറുകളാണ്. 2 വർഷത്തെ സമയം. അപ്പൊ ഞാൻ കോയമ്പത്തൂർ പോകണം. കോയമ്പത്തൂർ പോകാൻ വേണ്ടി ഷോപ്പ് 3 ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തിട്ട് ഞാൻ കോയമ്പത്തൂർ പോകാനുള്ള ഒരുക്കം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ വീടിനോട് ചേർന്ന് അടുത്തുള്ള ഒരു സ്ഥാപനമാണ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പൊ അവിടുത്തെ കുറച്ച് സാറന്മാര് എന്നെ അവരെല്ലാരും കൂടി എന്നെ അവിടെ പഠിപ്പിക്കാൻ സ്പോൺസർ ചെയ്തു. അപ്പൊ പിന്നെ രണ്ടാമത് ഞാൻ ഷോപ്പുകളും തുറന്നില്ല, നേരെ ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ആ കോളേജ് കാലഘട്ടം അടുത്ത ലെവലായിരുന്നു. ആ കോളേജിൽ ഞാൻ അഡ്മിഷൻ ചേർന്നു. രണ്ടാമത് ഷോപ്പുകളൊന്നും ഓപ്പൺ ആക്കിയില്ല. എഞ്ചിനീയറിംഗ് കാലഘട്ടം തുടങ്ങി, കോളേജ് കുമാരൻ കാലഘട്ടമായി. കോളേജിൽ ഈ പറഞ്ഞ പോലെ ഒരു ഹൈപ്പുള്ള ആളായിരുന്നു. കാരണം കോളേജ് സ്പോൺസർ ചെയ്തിട്ട് കോളേജിനോട് ഏറ്റവും അടുത്ത് വീടുള്ള ഒരാളുമായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ കോളേജിലുള്ള ഒരുവിധം എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഞാൻ ഉണ്ടായിരുന്നു. NSS എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നാഷണൽ സർവീസ് സ്കീം കോളേജ് കാലഘട്ടത്തിൽ ഞാൻ അതിലുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി. ഇപ്പോഴും എൻ്റെ കമ്പനിയിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റിലിരിക്കുന്നത് അന്ന് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള NSSൽ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ്റെ സീനിയേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ടോണി ഏട്ടൻ, വിവേക് ഏട്ടൻ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും എൻ്റെ കമ്പനിയുടെ ടോപ്പ് പൊസിഷനിൽ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അവർ വേറെ ജോലികളുണ്ടെങ്കിൽ കൂടി എൻ്റെയോടൊപ്പം എൻ്റെ മെൻറ്റേഴ്സ് ആയിട്ട് എൻ്റെ നല്ല സുഹൃത്തുക്കളായിട്ടുണ്ട് ആളുകളാണ്. എൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും ഒക്കെ ആ NSS ഒരുപാട് ഉപകാരം ചെയ്തു. അതോടൊപ്പം എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഒരുപാട് അടുത്തൊരു സെഗ്മെന്റ്, അപ്പൊ ഇതിന് മൊബൈൽ കാലഘട്ടം വന്നു. അപ്പൊ ഞാൻ പതുക്കെ 2ാമത്തെ വർഷം 3ാമത്തെ വർഷം കോളേജ് ആകുമ്പോഴത്തേനും ഞാൻ മൊബൈൽ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം ബിസിനസ് അത് ഒഴിവാക്കി. പക്ഷെ കാലഘട്ടം മാറി, മൊബൈലിലേക്ക് വന്നു. അന്ന് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ മൊബൈലാണ്. മൊബൈൽ ഇറങ്ങിയിട്ട് മൊബൈലിന്റെ തന്നെ മറ്റേ ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ ഇറങ്ങിയ കാലഘട്ടമാണ്. അപ്പൊ അതിന്റെ സർവീസും കാര്യങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചു. കാരണം നമുക്ക് എന്തെങ്കിലും ഇന്നോവേഷൻസ് വേണമല്ലോ, ലൈഫ് അതാണല്ലോ. എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞോ? ഇല്ല, അതോടൊപ്പം എഞ്ചിനീയറിംഗിന്റെ ഒപ്പം തന്നെ പഠിക്കുന്നതിന്റെ ഒപ്പം ബാക്കി സമയം ഞാൻ വെറുതെ ഇരിക്കലില്ല. ഞാൻ അടുത്ത പരിപാടിക്ക് പോയിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ ഈ മൊബൈൽ ഷോപ്പുകൾ ഞാൻ ആരംഭിച്ചു. 3 ഷോപ്പുകളോ മൊബൈൽ ഷോപ്പുകൾ വളരെ നല്ല രീതിയിൽ റൺ ചെയ്ത് കൊണ്ടുവരുന്നു. ഏകദേശം 2016-17 കാലഘട്ടം വരത്തേക്ക്, കൊറോണ കാലഘട്ടം വരത്തേക്ക് മൊബൈൽ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് മൊബൈൽ ഷോപ്പുകളൊക്കെ പോകുമ്പോൾ കൂടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. ഇൻഫോ പാർക്കിൽ നല്ലൊരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് എനിക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. ഞാൻ പോയി. കാരണം പഠിപ്പ് കഴിഞ്ഞാൽ പിന്നെ അപ്പൊ മൊബൈൽ ഷോപ്പ് അവിടെ എന്തെങ്കിലും നടത്താനൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ
എഞ്ചിനീയർ സോഫ്റ്റ്വെയർ ഓപ്പർച്യൂണിറ്റി എഞ്ചിനീയർ ചെയ്യാം എന്നുള്ള രീതിയിൽ പോയിട്ട് ചെന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് റിയാലിറ്റി. 6000 രൂപ ശമ്പളം. 10ാം ക്ലാസ്സുകാരൻ 80,000 രൂപ വരെ ഉണ്ടാക്കിയിരുന്ന ആളാണ് അല്ലെ? അതെ അതെ, 10ാം ക്ലാസ്സിൽ ഞാൻ 80,000 ഉണ്ടാക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചെല്ലുന്നത് 6000 രൂപ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പദവി, ഇൻഫോ പാർക്കിൽ ജോലി, 6000 രൂപ ശമ്പളം. ഞാൻ എന്ത് ചെയ്യണം? ഓക്കെ ബൈ എന്ന് പറഞ്ഞു. ഞാനൊരു ഒരു മാസം അവിടെ നിന്നിട്ടാണ് ഈ ശമ്പളത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ശരി എന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ ഞാൻ പോകുന്നു. ഞാൻ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നേരെ എന്ത് ചെയ്തു? CCTV ക്യാമറ അപ്ഡേഷൻ വന്നു. CCTV ക്യാമറ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ, ഇപ്പൊ CCTV ആൻഡ് ഓട്ടോമേഷൻ. CCTVയും ഓട്ടോമേഷൻ ഒക്കെ 2016-17 കാലഘട്ടത്തിൽ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓട്ടോമേഷൻ, ഹോം ഓട്ടോമേഷൻ. അതിന് അന്നത്തെ കാലഘട്ടത്തിൽ സ്മാർട്ട് ഹോം എക്സ്പോ ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഒക്കെ പോയി, ബാംഗ്ലൂരൊക്കെ പോയിട്ട് എക്സ്പോയിലൊക്കെ പങ്കെടുക്കും, ഇന്നോവേഷൻസ് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ കാരണം CCTV ക്യാമറ അത്യാവശ്യം കേരളത്തിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 5 എഞ്ചിനീയറിംഗ് കോളേജുകൾ ഞാൻ വെച്ചിട്ടുള്ള ക്യാമറകൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ഥാപനങ്ങളിലും വീടുകളിലൊക്കെ ഞാൻ ക്യാമറകൾ വളരെ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു ടീമിന്റെ തന്നെ ഡെവലപ്പ് ചെയ്തു. 6000 രൂപയ്ക്ക് ഞാൻ അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ജോലി ചെയ്യാൻ പോയ ആ ഒരു സ്ഥാപനം ബാക്ക് എൻഡിൽ പ്രോസസ് ചെയ്യുന്നത് CCTV ക്യാമറ ഒക്കെ ആയിരുന്നു, ഓട്ടോമേഷൻ ആയിരുന്നു. അത് ഞാനിവിടെ ഡെവലപ്പ് ചെയ്ത് സ്വന്തമായിട്ടൊരു സ്ഥാപനം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു CCTVയുടെ ഇപ്പോഴും അത് മോശമില്ലാത്ത രീതിയിൽ റൺ ചെയ്ത് പോകുന്നുണ്ട്. കൂടുതൽ ഫോക്കസ് എനിക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കൂടി ഞാനായിട്ട് ഡെവലപ്പ് ചെയ്തു വന്ന കമ്പനി ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊറോണ കാലഘട്ടം വന്നു ഏകദേശം. അപ്പൊ ആ സമയത്ത് ഞാൻ റിയലൈസ് ചെയ്യുന്ന ഒരു സത്യാവസ്ഥ ഉണ്ട്. ശരിക്കും പുതിയ എന്റർപ്രണേഴ്സ് നോട്ട് ചെയ്യേണ്ട വാക്കാണ് ഞാൻ പറയുന്നത്. ഞാൻ എല്ലാവരും കാണുമ്പോൾ ബിസിനസ് മാൻ, അപ്പൊ ഞാൻ ബിസിനസ് മാൻ, ശരിയാണ് ബിസിനസ് മാൻ. എന്നിട്ട് ഞാൻ പോവും, ഞാൻ പണിയെടുക്കും, ക്യാമറ വെച്ച് കൊടുക്കും. ക്യാമറ പണി എന്നൊക്കെ പറഞ്ഞാൽ ക്യാമറ പണി ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അത്ര കഷ്ടപ്പാടാ. അല്ലെ വാർപ്പിന്റെയും ഇതിന്റെ ഒക്കെ മേലെ കയറി എന്നിട്ട് ക്യാമറ ഫിറ്റ് ചെയ്യണം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബിസിനസ് മാൻ. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ഒരാഴ്ച ഞാൻ വീട്ടിൽ അല്ലെങ്കിൽ ഒരു മാസം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്റെ ബിസിനസ് ഇവിടെ റണ്ണാവോ? ഒരിക്കലും ഇല്ല, റണ്ണാവില്ല. എങ്ങനെ ഞാൻ ബിസിനസ് മാൻ ആവും? ഞാൻ ചെയ്യുന്നത് സ്വയം തൊഴിലാണ്, സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. പുതിയ തലത്തിലുള്ള ബിസിനസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന യങ് എന്റർപ്രണേഴ്സ് അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു സാധ്യതയാണ്, ഒരു കാര്യമാണ്. നമ്മൾ ഇല്ലാതെ നമ്മൾക്ക് വേണ്ടി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉള്ള സംഭവമാണ്, ഒരു സംവിധാനമാണ് ബിസിനസ്. അല്ലെങ്കിൽ നമ്മളുണ്ടെങ്കിൽ, നമ്മൾ ഉൾപ്പെടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വയം തൊഴിലാണ്. എന്നതിൽ എക്സിറ്റ് അടിക്കുന്നു, അവിടെയാണ് നമ്മളൊരു ബിസിനസ്സുകാരനാവുന്നത്. ഞാൻ മനസ്സിലാക്കിയതാണ്. അത് എത്രമാത്രം സത്യമാണോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യാവസ്ഥയാണത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇതല്ല ബിസിനസ് വേണം എനിക്ക്. അപ്പോഴാണ് ഞാൻ ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ്സുകളെ കുറിച്ച് ആദ്യത്തിൽ ചിന്തിക്കുന്നത്. ആ സമയത്ത് കൊറോണ വന്നു. കൊറോണ കാലഘട്ടത്തിൽ ഞാൻ കറക്റ്റ് ടൈമാണ് തുടങ്ങുന്നത്. BSNLന്റെ ഒരു എക്സ്ക്ലൂസീവ് ഫ്രാഞ്ചൈസി കൺസെപ്റ്റ്, LCO, ലോക്കൽ കേബിൾ ഓപ്പറേഷൻ. അന്ന് BSNL ആ രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അടുത്ത് 2017-18 കൊറോണ കാലഘട്ടമാണ്. പ്രളയമൊക്കെ കഴിഞ്ഞിട്ട് പ്രളയം കഴിഞ്ഞിട്ടല്ലേ കൊറോണ ഉണ്ടായിരുന്നു ആ ഒരു സമയം, ആ കാലഘട്ടമായി. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്ത് അതിനെ ഹൈപ്പ് ചെയ്തു. ആ BSNLന്റെ കാര്യത്തിലേക്ക് എനിക്ക് നല്ല ഒരാളിനെ സഹായിച്ചു. ഇപ്പോഴും എൻ്റെ കൂടെയുള്ള ആ ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പൊ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കറക്റ്റ് സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ നാട്ടിൽ തന്നെ BSNLന്റെ ഒരു എക്സ്ക്ലൂസീവ് LCO സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എല്ലാ വീടുകളിലും ഒപ്റ്റിക്കൽ ഫൈബറിൽ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്ന സംവിധാനം. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്, ടെക്നോളജി വിട്ടിട്ടുള്ള കളികളില്ല എന്നുള്ള രൂപത്തിൽ പിന്നെ ഞാൻ അതിലേക്ക് തന്നെ എത്തി. അങ്ങനെ ഒരുവിധം അത് നല്ലൊരു ബിസിനസ് കോൺസെപ്റ്റാണ്. കാരണം ഒരു തവണ ഞാൻ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഇന്റർനെറ്റ് കണക്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു മാസം ബില്ല് അടയ്ക്കുമ്പോൾ അതിന്റെ ഒരു പെർസെന്റേജ് എനിക്കും വരികയാണ്. അപ്പൊ ഞാൻ സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി സ്റ്റാഫിനെ വെച്ചിട്ട്. ഇപ്പോഴും എൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ബിസിനസ് വളരെ നല്ല രീതിയിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ബിസിനസ്സാണ്. ഞാൻ അവിടെ ഇല്ലെങ്കിൽ അത് റണ്ണാവും. ആദ്യത്തെ ഒരു വർഷം ഞാൻ അവിടെ നിന്നു. ഇപ്പൊ അത് റണ്ണായതുകൊണ്ട് സിസ്റ്റം എനിക്ക് സ്റ്റാഫിനെ വെച്ച് ഓടിക്കാം. നിങ്ങൾ എത്ര കാലം ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നു അതിൽ യൂസ് ചെയ്യുന്നു, അത്രയും കാലം എനിക്ക് വരുമാനം വരുന്നുണ്ട്. അതൊരു ബിസിനസ്സാണ്. അപ്പോഴാണ് ഞാൻ പറയുന്ന ഫ്രാഞ്ചൈസി മോഡൽ കൺസെപ്റ്റിലേക്ക് ഞാൻ എത്തുന്നത്. പിന്നീട് ഞാൻ അടുത്ത സ്റ്റേജിലേക്കാണ് ഞാൻ ഫ്രാഞ്ചൈസി, നേരത്തെ പറഞ്ഞ പോലുള്ള ഫ്രാഞ്ചൈസി മോഡലിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ കിട്ടിയിരിക്കുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നല്ല കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തു. അതിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അബൂബക്കറിന്റെ ഒരു ടച്ച് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാത്തിലും. അപ്പോ ഇപ്പോ 1.5 വർഷം കൊണ്ട് 150ഓളം ഫ്രാഞ്ചൈസികളാണ് ഐസ്പോർട്ടിന് ഉള്ളത് അല്ലെ? തീർച്ചയായിട്ടും. അപ്പോ ഇത്രയധികം ഫ്രാഞ്ചൈസികൾ ഈ ഒരു 1.5 വർഷം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചു? നല്ല ചോദ്യമാണ്.
ഒന്നാമത്തെ കാര്യം നമ്മളെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ, നമുക്ക് ആ പ്രൊഡക്റ്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. പിന്നെ അതിലും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ മാർക്കറ്റിൽ പല ആളുകൾ പറഞ്ഞിട്ട് ഞാൻ കേട്ട് എൻ്റെ ജീവിതത്തിന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു വേർഡ്സ് ആണ് കേട്ടോ. അത് ശരിക്കും ഇൻസ്പയറിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ. കാരണം മാർക്കറ്റിലുള്ള ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതാവണം നമ്മളെ പ്രൊഡക്റ്റ്. അപ്പൊ ഞാൻ എന്താണ് എന്റെ പ്രൊഡക്റ്റ്? നിങ്ങൾ ചോദിക്കും ഐസ്ക്രീം ആണോ മാർക്കറ്റിലെ പ്രശ്നം എന്ന് ചോദിക്കും, ഇല്ലേ? പക്ഷെ ഞാൻ കണ്ടുപിടിച്ച സൊല്യൂഷൻ അതല്ല, ഞാൻ കണ്ടുപിടിച്ച പ്രശ്നം അതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, നമുക്കൊരു സെക്കൻഡറി ഇൻകം ആവശ്യമാണ്. നമുക്കൊരു നമ്മളുടെ സേവിങ്സ്, നമുക്ക് വേണ്ടി നമ്മളെ സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സേവിങ്സ് നമുക്ക് വേണ്ടിയിട്ട് മണി ജനറേറ്റ് ചെയ്യണം. നമ്മൾ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ സേവിങ്സ് ആക്കി വെച്ച് അതൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇൻകം വരണം. അത് വെച്ചിട്ട് നമ്മളെ ചെലവ് കഴിഞ്ഞു പോകണം. അതാണ് ഞാൻ പഠിച്ച റൈറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു റൈറ്റ് പാത്ത്. അവിടെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ ഐസ്പോർട്ടിന്റെ ഫ്രാഞ്ചൈസി മോഡൽ. കാരണം ഏതൊരു സാധാരണക്കാരനും അവരുടെ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിലോ ഒരു മാക്സിമം ഒരു 4 ലക്ഷം 5 ലക്ഷത്തിനുള്ളിൽ ഒരു ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ സ്റ്റാർട്ട് ചെയ്ത അന്ന് ആ നിമിഷം മുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാം. ഒരു ആൾ കയറി ഒരു ഐസ്ക്രീം കഴിച്ചാൽ അവരുടെ പോക്കറ്റിലേക്ക് നിശ്ചിത ഒരു എമൗണ്ട് കിട്ടും. ആ ഒരു മോഡലാണ് ഞാൻ ഉണ്ടാക്കിയത്. അതും വളരെ നല്ല രീതിയിൽ മറ്റുള്ള കമ്പനികളിൽ നിന്ന് ഞാൻ പഠിച്ച പ്രശ്നങ്ങൾ ഇതിലില്ലാത്ത രൂപത്തിൽ ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. അടിപൊളി. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു കോൺസെപ്റ്റിനെ പല സൈഡിലേക്ക് ഞാൻ എക്സ്പാൻഷൻ ചെയ്തു. കറക്റ്റായിട്ട് ആളുകൾക്ക് സപ്പോർട്ടുകളും കാര്യങ്ങളും ഞങ്ങൾ കൊടുത്തു. ടീം വർക്ക് തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും ഉൾപ്പെടെ, എൻ്റെ പാർട്ട്ണർ ഉൾപ്പെടെ ഇൻവെസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി എല്ലാവരും ഉൾപ്പെടെ നമ്മൾ നല്ല രീതിയിൽ ഞങ്ങൾ ഇത് വർക്ക്. കേരളത്തിൽ മാത്രമല്ല പുറത്തും ഉണ്ടല്ലോ അല്ലേ? ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടില് ഞാൻ രണ്ടാമത്തെ എക്സ്പാൻഷൻ കോയമ്പത്തൂർ കൊണ്ടുവന്നു. കോയമ്പത്തൂർ 10-15 ഔട്ട്ലെറ്റുകൾ നമുക്കിപ്പോൾ നിലവിലുണ്ട്. പിന്നെ ചെന്നൈ, സേലം, ഈരോട്, തിരുപ്പൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മളെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ റീസെന്റ് നമ്മൾ ബാംഗ്ലൂർ സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നിലാണ് കഷ്ടപ്പാട് തന്നെയാണ്, ഓട്ടം പാച്ചിലൊക്കെ തന്നെയാണ്. എങ്കിൽ കൂടി ഞാൻ സക്സസ്ഫുൾ ആണ്. ഈ ഓട്ടം പാച്ചിലിന്റെ മീൻസ് എൻ്റെ ബിസിനസ്സിനെ ഞാൻ മരിക്കണവരെ ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് പിന്നിലാണ്. അതിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരും. പുതിയ ഇന്നോവേഷനാണ് ആൽമണ്ട് ഡയറി. അതിന് ഒരുപാട് എനിക്ക് പറയാണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ. പുതിയ ഇന്നോവേഷൻ, നമ്മളെ പ്രോഡക്റ്റ് നിങ്ങൾ കണ്ട് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ്. കഴിച്ചിട്ടുണ്ട്. ആൽമണ്ട് ഡയറി ഒക്കെ ശരിക്കും ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആണ്. കാരണം ആൽമണ്ട് ഡയറിയുടെ ഇപ്പൊ നമ്മളെ പോപ്സിക്കിളൊക്കെ ഉണ്ട്. സാധാരണ ചോക്കോബാർ എന്തായിരിക്കും? സാധാരണ ഒരു ഔട്ട് സൈഡ് ഒരു ചോക്ലേറ്റ് കോട്ടിങ്, ഉള്ളിൽ വാനില. ഇനി മാംഗോ ബാർ എന്താണ്? ഔട്ട് സൈഡ് മാംഗോയുടെ ഒരു പൾപ്പ്, ഉള്ളിൽ വാനില കോമൺ ആണ്. നമ്മൾ ആൽമണ്ട് ഡയറിയുടെ പോപ്സിക്കിൾ കഴിച്ചിട്ടുണ്ട്? നിങ്ങൾ കഴിച്ചിട്ടില്ലേ? നമ്മളെ ഔട്ട് സൈഡ് പ്രീമിയം ചോക്ലേറ്റും ഇൻസൈഡ് ആ റിയൽ കണ്ടന്റ്, ബ്ലൂബെറി ആണെങ്കിൽ ബ്ലൂബെറി, വാനില അല്ല. അത് നമ്മളുടെ ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആണ്. അത് ഏകദേശം ഒരു 11 ഫ്ലേവേഴ്സിൽ, വിവിധ ഫ്ലേവേഴ്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയും അതുപോലുള്ള കുറേ നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. ഡബ്ബ ഫാമിലി പാക്കുകളൊക്കെ ക്വാളിറ്റി സാധനങ്ങളാണ്. നമ്മൾ അവക്കാഡോ ഒക്കെ നല്ല ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് ആണ്. റിയൽ ആണ്, 100% റിയൽ ആണ്. എവിടെയാണ് ഇതിന്റെ ഫാക്ടറി ഒക്കെ വരുന്നത്? തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വരവൂർ എന്ന് പറഞ്ഞിട്ട് നല്ല ഫേമസ് ആയിട്ട് അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥലമാണ് വരവൂര്. അവിടെ നല്ല ഒരു പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലത്ത്, നമ്മളെ ഒരു പീസായിട്ടുള്ള സ്ഥലത്ത്, എൻ്റെ ഒരു പാർട്ട്ണറുടെ സ്ഥലത്താണ് നമ്മൾ ആ ഫാക്ടറി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഒരു മെയിൻ ഞാനിപ്പോഴും സന്തോഷിക്കുന്ന ഒരു വേർഡ് ഉണ്ട് കേട്ടോ. അത് എപ്പോഴും എനിക്ക് എടുത്തു പറയണം. ഞാൻ എവിടെ പോയാലും അത് പറയാറുണ്ട്. ഞാനിപ്പോഴും സന്തോഷിക്കുന്നത്, ഞാനൊരു വലിയ സ്ഥാപനം തുടങ്ങി, ആ സ്ഥാപനത്തിന് ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട് എന്നുള്ള അതിലല്ല ഞാൻ സന്തോഷിക്കുന്നു. അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റാവുന്ന എന്ന് പറയുന്ന ഒരു കാര്യത്തിലല്ല സന്തോഷിക്കുന്നു. ഞാൻ തുടങ്ങിയ സ്ഥാപനത്തിൽ ഏകദേശം ഒരു 100ഓളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ 100ഓളം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നത് പോരാണ്ട് 150ഓളം, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഏകദേശം 150ഓളം ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുടുംബം ജീവിച്ചു പോകുന്നു. പിന്നെ ഫാക്ടറിയിലുള്ള 100ഓളം ആളുകൾ, അവിടെ വർക്ക് ചെയ്യുന്ന 150ഓളം ആളുകളുടെ കുടുംബം ജീവിക്കുന്നുണ്ട്. അത് പോരാതെ ഈ ഔട്ട്ലെറ്റുകളിൽ ഈ 2 ആളുകൾ വെച്ചിട്ട് ഷോപ്പിൽ നിൽക്കുന്നുണ്ടാവും. അവരുടെ കുടുംബങ്ങൾ ജീവിച്ചു. എങ്ങനെ പോയാലും ഒരു 100-400-ലധികം ആളുകളുടെ കുടുംബം ഞാൻ എന്ന ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വഴിയിലൂടെ പോകുമ്പോൾ തോന്നിയ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ആളുകൾക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഏറ്റവും അധികം ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം, എല്ലാവരും കൂടെ നിൽക്കണം. ഇതുവരെ എൻ്റെ കൂടെ നിന്നിരുന്ന എല്ലാ ആളുകളും ഇനിയും കൂടെ വേണം. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ്, പ്രത്യേകിച്ച് എൻ്റെ ഉമ്മയുടെയും കുടുംബക്കാരുടെയും
ഞാനുമായി ചേർന്ന് നിന്ന് ഒരുപാട് പ്രതിസന്ധികൾ പിന്നെ ഞാൻ തരണം ചെയ്തു. അടുത്ത കാലത്ത് വരെ എന്നെ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ആളുകൾ. അപ്പൊ എനിക്ക് എപ്പോഴും ബിസിനസ് ചെയ്യുന്ന ആളുകളോടും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുന്ന ആളുകളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം, ബുദ്ധിമുട്ട് വന്നിട്ട് നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കും. ആ ബുദ്ധിമുട്ടിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മളെത്തും, നമ്മൾ എത്തേണ്ടടുത്ത് എത്തും. ഞാൻ അങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇത് തന്നെയാണ് ആക്ച്വലി എന്താ നമുക്ക് യുവതലമുറയോട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ തലമുറയോട് പറയാൻ, തീർച്ചയായും നമ്മളുടെ ഈ തലമുറയോട് പറയാനുള്ള ഒറ്റ കാര്യം തന്നെയാണ്, പ്രതിസന്ധികൾ ഇല്ലെങ്കിൽ മനുഷ്യനില്ല. പ്രതിസന്ധികൾ വരും. ആ പ്രതിസന്ധികൾ കണ്ടിട്ട് ഏറ്റവും അധികം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നത്. ആ പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നിരുന്നാൽ നമ്മളവിടെ ഇരിക്കും. ആ സമയം ആ പ്രതിസന്ധികൾ എനിക്ക് ദൈവം തന്നതാണ്. പക്ഷെ അതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് പഠിച്ചിട്ട് അടുത്ത സാധ്യതയിലേക്ക് മുന്നേറി കഴിഞ്ഞാൽ, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു എൻ്റെ മേഖലയോട് ഒരു ബന്ധവുമില്ലാത്ത ഒരു മേഖലയിലിരിക്കുന്നു അല്ലേ. എൻ്റെ മുന്നിൽ കണ്ട ഓപ്പർച്യൂണിറ്റീനെ ഞാൻ യൂസ് ചെയ്തു. ഇന്നോവേഷൻ എന്ന് പറയുന്ന വേർഡ് വലിയ അർത്ഥമുള്ള വേർഡാണ്. കാലം മാറിക്കൊണ്ടിരിക്കും. നമ്മളും മാറിയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. ആ സമയത്തുള്ള ബിസിനസ്സിന് പിന്നാലെ പോയിക്കോളൂ. ആ സമയത്തിന് ബിസിനസിന്റെ ഒപ്പം നിന്നോളൂ. നമുക്ക് എത്താം. മാറി മാറി കളിക്കണം എന്നല്ലേ അർത്ഥം. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പ്രതിസന്ധി വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. ഒക്കെ മാറി ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് മുന്നോട്ട് പോയാൽ എൻ്റെ സക്സസ് പോലെ നാളെ ഒരുപാട് അബൂബക്കർമാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇനിയും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഒരുപാട് മുമ്പോട്ട് പോട്ടെ. ഐസ്പോട്ട് അതുപോലെ തന്നെ ആൽമണ്ട് ഡയറി ലോകം മുഴുവനും അറിയപ്പെടുന്ന വലിയൊരു ബ്രാൻഡായിട്ട് തന്നെ വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ബിയോണ്ട് ദ 1 മിനിറ്റിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്.